ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകത്തിലൂടെ കർമ്മത്തിന്റെ സർവപ്രധാന തത്വം ഭഗവാൻ സ്പഷ്ടമാക്കുന്നു. ആദിത്യന്റെ യജ്ഞത്തിൽ നിന്ന്, ലോകസേവനപരമായ കർമ്മത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. മഴയിൽ നിന്നാണ് ആഹാരസാധനം ഉണ്ടാകുന്നത്. ആഹാരസാധനങ്ങളുടെ രസത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു. ആദിത്യൻ ജലത്തെ ആവിയാക്കുകയും ആവി മഴയായി തീരുകയുമാണല്ലോ. അത് ഒരു കർമ്മം തന്നെ. അപ്പോൾ ലോകത്തിന്റെ ഉൽപ്പത്തിയും നിലനിൽപ്പും കർമ്മത്തിലെന്ന് സ്പഷ്ടമാകുന്നു. ലോകാധിഷ്ഠാനമായ കർമ്മത്തിന്റെ ഉത്ഭവം പ്രകൃതിയിൽ നിന്നാണെന്ന് അർജുനനെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അഥവാ കർമ്മം പ്രകൃതിസിദ്ധമാണ്. നാശരഹിതമായ പരമാത്മാവിൽ നിന്നുണ്ടായതാണ് പ്രകൃതി. ഈദൃശ്യമായ പ്രകൃതി നിത്യവും സർവവ്യാപിയുമായ പരമാത്മാവിന്റെ സ്വഭാവമാകുന്നു. അതുകൊണ്ട് പ്രകൃതിയും പരമാത്മാവിനെ പോലെ നിത്യവും സർവഗതവും തന്നെ. ഏവം വിധമായ പ്രകൃതി കർമ്മത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നതായി അർജുന നീ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിധർമ്മമായ കർമ്മമാർഗം അനുസരിക്കേണ്ടതു തന്നെയെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. സകല കാരണമായ പരമാത്മാവ് നിത്യവും സർവവ്യാപിയുമാണ്. പ്രകൃതിയും അപ്രകാരം തന്നെ. പരമാത്മാവിന് പ്രകൃതി രൂപമായിട്ടേ പ്രത്യക്ഷപ്പെടാൻ സാധിക്കൂ. അതിന് കർമ്മത്തിൻ്റെ സഹായം വേണം. വികാരരൂപമായ കർമ്മത്തെ ആശ്രയിച്ചാണ് പരമാത്മാവ് പ്രകൃതിയായി പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പരമാത്മാവും പ്രകൃതിയും കർമ്മവും പര്യായധർമ്മത്തിലുള്ള ഒരു ചക്രമായി വർത്തിക്കുന്നു. ഈ ധർമ്മചക്രത്തെ പരമാത്മാവും പ്രകൃതിയും അനുസരിക്കുന്ന കർമ്മമാർഗത്തെ അനുവർത്തിക്കാത്തവൻ പാപിയാണ്. കേവലം സ്വാർത്ഥബുദ്ധിയായ അവൻ്റെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആത്മരതിരൂപമായ ഭാവി സുഖവും തൃപ്തിരൂപമായ വർത്തമാന സുഖവും സന്തുഷ്ടിരൂപമായ ഭൂതകാല സുഖവും തന്നിൽ തന്നെ ആത്മാവിൽ തന്നെ അനുഭവിക്കുന്ന മനുഷ്യന് ലോകത്ത് കരണീയമായി യാതൊന്നും ശേഷിക്കുന്നില്ല. മാനവൻ മാനത്തെ, പ്രത്യക് ദർശനത്തെ വാനം ചെയ്യുന്നവൻ, ആശ്രയിക്കുന്നവൻ, ബ്രഹ്മജ്ഞാനി, ഇങ്ങനെയും മാനവപദത്തിന് അർത്ഥകൽപ്പന ചെയ്യാം. രതി ഭാവി സുഖത്തെ സൂചിപ്പിക്കുന്നു. തൃപ്തി വർത്തമാനകാലത്തിലെ സുഖത്തെ കുറിക്കുന്നതാണ്. സന്തുഷ്ടി ഭൂതകാല സുഖത്തെ വ്യഞ്ജിപ്പിക്കുന്നു. അപ്പോൾ ആത്മരതി, ആത്മതൃപ്തൻ, ആത്മസന്തുഷ്ടൻ ഈ പദങ്ങൾക്ക് ത്രികാലായത്തമായ സുഖങ്ങളും തന്നിലുള്ളവനെന്ന് ഭാവം. ലോകാർത്ഥമായ കർമ്മം ചെയ്ത് ആത്മസന്തുഷ്ടി ലഭിച്ചവന് സകല സുഖങ്ങളും ആത്മാവിൽ തന്നെ അനുഭവപ്പെടും. സുഖപൂർണമായ ആത്മസത്തയെ സാക്ഷാത്കരിച്ചുകൊണ്ട് ആ സ്ഥിതിയിലെത്തിയവന് കർമ്മം ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും വരാനില്ല. സകല പ്രപഞ്ചവും താനാണെന്ന അഖണ്ഡബോധത്തിൽ അവൻ ഉണർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും അയാൾക്ക് പ്രയോജനാപേക്ഷയുണ്ടാകാനില്ല. തന്നിൽ നിന്നന്യമായി യാതൊന്നിനെയും കാണാതിരിക്കെ, സർവവും താനാണെന്ന് ബോധ്യമായിരിക്കെ പിന്നെ എങ്ങനെ മറ്റൊന്നിൽ പ്രയോജനാപേക്ഷ വരും? ക്ലേശകരമാണല്ലോ കർമ്മം. കർമ്മമാർഗത്തിലിറങ്ങി ക്ലേശം അനുഭവിക്കാതെ വെറുതെ ഇരിക്കരുതോ? ഈ ചോദ്യത്തിൻ്റെ സമാധാനം അടുത്ത പദ്യത്തിൽ പറയുന്നു.